മുനമ്പത്തെ ജനങ്ങൾ നിയമപോരാട്ടം തുടരേണ്ടി വരുമെന്ന് സൂചിപ്പിച്ച് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു. നിയമവഴിയിലൂടെ തന്നെ പരിഹാരം കാണേണ്ടി വരും. നിയമഭേദഗതി നിയമപ്രക്രിയയിലും അപ്പീലിലും ഗുണം ചെയ്യുമെന്നും നീതി ലഭിക്കാൻ ഇടയാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം ചർച്ചയിൽ പരിഗണനയിലില്ലെന്ന് കേന്ദ്രമന്ത്രി പ്രതികരിച്ചു. മുനമ്പത്ത് ഭൂപ്രശ്നം നേരിടുന്നവരുടെ റവന്യൂ അവകാശങ്ങൾ എന്ന് പുനഃസ്ഥാപിച്ചു കിട്ടും? നിയമഭേദഗതി കൊണ്ട് മാത്രം പ്രശ്നപരിഹാരമുണ്ടാകുമോ? നിയമപോരാട്ടത്തിലൂടെയാണ് പ്രശ്നപരിഹാരമെന്ന് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു. വഖഫ് ട്രിബ്യൂണലിന്റെ അധികാരങ്ങളിലും ഘടനയിലും നിയമഭേദഗതി മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിനാൽ ട്രിബ്യൂണൽ ഉത്തരവെതിരായാലും മുനമ്പത്തെ ജനങ്ങൾക്ക് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിക്കാനാകും. മുനമ്പത്തെ പ്രശ്നങ്ങൾ കോടതി വഴിയേ പരിഹരിക്കപ്പെടുകയുള്ളൂവെന്ന് സാങ്കേതികമായി പറയാനാകൂവെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു. Now with the existing new act, new provisions, with the supporting provisions which we have made, now it is easily challengeable in the Supreme Court. മുനമ്പത്തേത് തീർപ്പാക്കിയ കേസല്ലാത്തതിനാൽ മുൻകാല പ്രാബല്യത്തിന്റെ പ്രശ്നം ഉദിക്കുന്നില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. മുനമ്പത്തെ ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ ഇടപെടലുകൾ നടത്തുമെന്നും മന്ത്രി പ്രതികരിച്ചു. വരാപ്പുഴ ബിഷപ്പ് ഹൌസിലെത്തിയ കേന്ദ്രമന്ത്രി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ച തൃപ്തികരമെന്നും സഭയുടെ ആവശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതായും ബിഷപ്പ് പ്രതികരിച്ചു. റിപ്പോർട്ടർ, കൊച്ചി.